ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. തലോരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി ടോൾ ബൂത്തുകൾ തുറന്നുവിട്ടു. പിന്നീട് മുദ്രാവാക്യം വിളികളുമായി ടോൾ പ്ലാസയിൽ സംഘടിച്ചു നിന്നു. തുടർന്ന് നടന്ന യോഗം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. KK രാമേന്ദ്രൻ MLA, PK ചന്ദ്രശേഖരൻ, KK വത്സരാജ്, ഉണ്ണികൃഷ്ണൻ നീച്ചരത്ത്, CL ജോയ്, CT ജോഫി, CR വത്സൻ, ജെയ്സൺ മാണി, ഷൈജു, ബഷീർ, പോളം ചാക്കോ, ഗോപിനാഥൻ താറ്റാട്ട്, യൂജിൻ മൊറേലി, VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ 5 ഇടങ്ങളിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങളെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ മുൻകരുതലുകളില്ലാതെ, ക്രമീകരണങ്ങളില്ലാതെ ഉച്ചയുന്ന വേഗത്തിൽ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരെ അനുദിനം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ ടോൾ പ്ലാസയിൽ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ വർഷങ്ങളായി ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. റോഡ് പണിയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള നടപടികൾ, പരിഹാരങ്ങൾ ഉണ്ടായിട്ട് വേണം അതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മാർച്ച് ഇവിടേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തോട്, ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അത് നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേരെ അണിനിരത്തിക്കൊണ്ട് ഈ ടോൾ പ്ലാസയിലേക്ക് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കല്ലൂർ മാവിൻ ചുവടിൽ ഓട്ട് കമ്പനിയുടെ ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. ലക്ഷ്മി ദേവി ടൈൽ വർക്ക്സ് എന്ന സ്ഥാപനത്തിലാണ് അപകടം നടന്നത്. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ. പുലർച്ചെ ജോലിക്കാരില്ലാത്ത സമയമായതിനാൽ തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പകൽ സമയത്ത് 15 തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്ന പ്രദേശത്താണ് അപകടമുണ്ടായത്. 120 അടിയോളം ഉയരമുള്ള പുകക്കുഴലാണ് തകർന്നു വീണത്. 20 അടിയോളം ഉയരത്തിൽ മാത്രമാണ് ചൂളയുടെയും പുകക്കുഴലിന്റെയും ഭാഗങ്ങൾ അവശേഷിക്കുന്നത്. തൃക്കൂർ പഞ്ചായത്ത്, ആരോഗ്യ വിഭാഗം, വില്ലേജ്, പോലീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. പുതിയ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ യോഗത്തിൽ ചുമതലയെടുത്തു. UDF നിയോജക മണ്ഡലം ചെയർപേഴ്സൺ KL ജോസ്, DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി, ഡേവിസ് അക്കര, P ഗോപാലകൃഷ്ണൻ, സുധൻ കാരയിൽ എന്നിവർ പ്രസംഗിച്ചു. കളിക്കാൻ നല്ലൊരു മൈതാനമില്ലെന്ന പരിമിതി മറികടക്കാൻ ഒരു നാട് ഒത്തൊരുമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങരുത് ബാല്യമെന്നും ലഹരിയിലേക്ക് വഴിതെറ്റരുത് നമ്മുടെ യുവതയെന്നും ഇവർ തീരുമാനിച്ചപ്പോൾ
നന്ദിപുലം ഗ്രാമം വലിയ സ്വപ്നങ്ങളിലേക്കാണ് ചുവടുവയ്ക്കുന്നത്. നാടിന് സ്വന്തമായി ഒരു കളിക്കളത്തിനായി പണം സ്വരൂപിക്കാൻ വിവിധ പ്രവർത്തനങ്ങളുമായി നന്ദിപുലം മിഴി സാംസ്കാരിക വേദി മുന്നോട്ടു പോകുമ്പോൾ ഞായറാഴ്ചയിലെ അവധി ദിനത്തിൽ നാട് മുഴുവൻ അവരോടൊപ്പം ചേർന്നു. പ്രദേശത്തെ വീടുകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവർ. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പാഴ്വസ്തു ശേഖരണം. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19-ാം വാർഡിൽ ഉൾപ്പെട്ട നന്ദിപുലം പ്രദേശത്ത് നാടിന്റെ കിടാവിളക്കായി പ്രവർത്തിക്കുകയാണ് മിഴി സാംസ്കാരിക വേദി. കുട്ടികൾക്ക് കളിച്ചു വളരാൻ നാട്ടിൽ നല്ലൊരു കളിക്കളം ഇല്ലാതിരുന്നപ്പോൾ ഏതാണ്ട് 1 വർഷം മുൻപാണ് നമ്മുടെ കളിസ്ഥലം എന്ന ആശയത്തിന് ഇവർ രൂപം നൽകിയത്. ആദ്യപടിയായി പ്രദേശത്ത് കളിക്കളത്തിനായി 53 സെന്റ് സ്ഥലം കണ്ടെത്തി. 53 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ചെലവുൾപ്പെടെ സ്ഥലത്തിനായി നൽകേണ്ടത്. നമ്മൾ അനവധി കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഒരു കളിസ്ഥലം. ഇപ്പോൾ ഇന്നത്തെ യുവതലമുറ രാസലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ കുറേ കാലങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് പരിഹാരം എന്ത്? അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഗസ്റ്റ് 10 തുടക്കം കുറിച്ച അന്ന് അഡ്വാൻസ് കൊടുത്ത് തുടങ്ങിയിട്ടുള്ള ഈ സംഭവം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു 50 സെൻറ്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഏകദേശം അതിൻ്റെ തീർന്നോട് അടുക്കുകയാണ്. ഈ മാസം തന്നെ തീർന്ന് നടത്താം. ട്രാക്ക്, ജിം, നടപ്പാത എന്നിവയ്ക്ക് പുറമെ ഫുട്ബോളിനും വോളിബോളിനും ബാഡ്മിന്റനും ഉപയോഗിക്കാവുന്ന കോർട്ട് എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ കളിക്കള സ്വപ്നം. കൂടാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോധികരുടെ കൂട്ടായ്മയ്ക്കായി ഒരു ഇടവും വായനശാലയും എല്ലാം ചേർന്ന് വരാനിരിക്കുന്ന കാലത്തെ തലമുറകളിലേക്ക് നീളുന്ന മഹത്തായ ആശയവും ഇവരുടെ സ്വപ്നമാണ്. തൃശ്ശൂർ ജില്ല വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് നന്ദിപുരം എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഞങ്ങൾ 2 പ്രശ്നങ്ങളാണ് ഈ കളിക്കളവുമായി ബന്ധപ്പെട്ട ആശയം വരാനുള്ള കാരണം. ഒന്ന്, കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു സ്ഥലമില്ല. കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്ന ഒരവസ്ഥ. പിന്നെ ഒറ്റപ്പെട്ട് വീടുകളിൽ മൊബൈലിൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ TV-യുടെ സ്ക്രീനിലോ ചെലവഴിക്കുന്ന ഒരു സമയം, വലിയ സമയം. അവരുടെ പഠനത്തിനോ അല്ലെങ്കിൽ കായികമായിട്ടുള്ള വിനോദത്തിനോ ഉപയോഗിക്കേണ്ട സമയം സ്ക്രീനിലേക്ക് പോവുക. കളിക്കളത്തിനും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനുമായി 1 കോടി രൂപ ആവശ്യമായി വരുന്ന സ്വപ്നത്തെയാണ് ഇവർ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്തത്. ഈ കളിക്കളം ഉപയോഗിക്കാൻ കഴിയുന്ന 200ഓളം വീട്ടുകാർ ഒത്തുചേർന്നപ്പോൾ 44 ലക്ഷം രൂപ ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞു. വന്നിരിക്കാനുള്ളൊരു സ്ഥലം, നേരം ചെലവാനുള്ളൊരു സ്ഥലം, അത് കണ്ടെത്താനുള്ള മരണ പാച്ചലിലാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഈ അവസാന ഘട്ടമായി. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ആക്രി പറക്കിക്കൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഇനിയും ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി ഒപ്പം നിന്നവരിൽ 3 ലക്ഷം രൂപ വരെ നൽകിയ കുടുംബങ്ങളുണ്ട്. നാടിന് ഓണസമ്മാനമായി ഈ കളിക്കളം സമർപ്പിക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഒന്നിച്ച് മുന്നേറുമ്പോൾ ഒരു നാടിന് വേണ്ടിയുള്ള ഈ തലമുറയുടെ സമർപ്പണമായി മാറുകയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. വെളിച്ചവും തെളിച്ചവുമുള്ള കരുത്തുറ്റ മനുഷ്യരായി പുതുതലമുറയെ വാർത്തെടുക്കാൻ അവർക്കായി ഒരു കളിസ്ഥലം, ഒറ്റപ്പെടുന്ന വയോജനങ്ങൾക്ക് ഒത്തുചേരാൻ ഒരു ഇടം. നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ ഈ സ്വപ്നങ്ങൾ ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നമായി മാറുകയാണ്. കളിക്കളത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 1 കോടിയിലേറെ രൂപ സമാഹരിക്കാൻ കയ്യും മെയ്യും മറന്ന് ഒരു നാട് ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി അധിക ദൂരമില്ല. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.